എൻ്റെ കയ്യിരിക്കുന്ന ഈ സെറ്റിനൊക്കെ 4000 ആവുന്ന. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ജിഷ്ണു. വെൽക്കം ടു മല്ലു ഹണ്ടർ. നമ്മളിന്നലെ ഫിഷിങ്ങിന് പോയായിരുന്നു കേട്ടോ. നമ്മളോട് ബിജോഷും സുനിലുമാണ് ഉണ്ടായിരുന്നത്. കരിമീൻ ഫിഷിംഗ് ആയിരുന്നു മെയിൻ. അപ്പോൾ അത്യാവശ്യം കരിമീനെ കിട്ടി. നമ്മളിന്നലെ ഉപയോഗിച്ചത് നമ്മുടെ സ്പെഷ്യൽ ഡാറ്റയില്ല കരിമീൻ അടിക്കാൻ വേണ്ടി ഇറക്കിയത്, അതാണ് കേട്ടോ. നല്ല റിസൾട്ടാണ്. ഡബിൾ റബ്ബർ വെച്ച് സ്പ്രിംഗ് ഗൗണയിലിട്ടാണ് ഞാൻ ഫുൾ അടിച്ചത്. അത്യാവശ്യം നല്ല ഷൂട്ടായിരുന്നു എല്ലാം തന്നെ. അതുപോലെ തന്നെ ഞാനിന്ന് സാധാരണ എപ്പോഴും ഞാൻ ഉപയോഗിച്ചിരുന്ന റോയൽ സണ്ണിൻ്റെ പോളറൈസ് ഗ്ലാസ് ഓൺലൈൻ വഴി മേടിച്ച്. അപ്പോൾ അതിന് ഞാൻ ഇപ്പോൾ ലാസ്റ്റ് ഉപയോഗിച്ചിരുന്ന ഒരു 1300 രൂപയുടെ അത്യാവശ്യം നല്ല ഗ്ലാസ് ആയിരുന്നു. അപ്പം ഇതതിൻ്റെ പകുതി റേറ്റുള്ളൊരു ഗ്ലാസ് കേട്ടോ. ശരിക്കും സത്യം പറഞ്ഞാൽ ഞാൻ അത് ആയിരിക്കും ഏറ്റവും ബെറ്റർ എന്ന് വെച്ചിരുന്നു. പക്ഷേ ഇത് വെച്ച് നോക്കിയപ്പോൾ അതിനേക്കാൾ നല്ല ക്ലിയറാണ്, തെളിച്ചം കൂടുതലാണ്. നല്ല ക്ലിയറായിട്ട് കാണുകയും ചെയ്യാം, നല്ല തെളിച്ചമാണ്. മറ്റേതിന് ഒരു ചെറിയൊരു ഇരുളിമയുണ്ടായിരുന്നു. പക്ഷേ ഇത് നല്ലതാണ് കേട്ടോ. ഇന്നലെ ഞാൻ ഫുൾ ഇതാണ് ഉപയോഗിച്ചത്. നല്ല നൈസ് ഗ്ലാസ്സാണ്. ഡീറ്റെയിൽസ് അറിയേണ്ടവരൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോ കണ്ടിട്ട് എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമൻറ്റ് ചെയ്യണം. ഞാനും സുനിലും ബിജോഷും കൂടെ വന്ന് രാവിലെയാണ്, ഒരു 8:30 ആയതുള്ളൂ. എല്ലാം കയ്യിലെല്ലാം സെറ്റാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. എല്ലാം ഇട്ടുകൊണ്ടിരിക്കുക. സുനിലും എല്ലാവരും ഗ്ലൗസും എല്ലാം സേഫ്റ്റി ഗാർഡും എല്ലാം എടുത്തിടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ സ്ഥലത്ത് വന്നിരുന്നു. പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ച രീതി കരിമീനില്ല. എനിക്കൊന്നും വെയിലാകാത്തതിൻ്റെ ആണെന്നുള്ള രീതി ഞങ്ങൾ നിൽക്കുവാണേ. അപ്പോൾ ഞങ്ങൾ കാണിച്ചിട്ട് സുനിലിൻ്റെ ഗ്ലാസ്സിന് ചെറിയൊരു ഇച്ചിരി പഴക്കമായിട്ടുണ്ട്. ഞാനും ഇൻട്രൊഡക്ഷൻ പറഞ്ഞപ്പോൾ ഓർത്തു എൻ്റെ റോയൽ സണ്ണിൻ്റെ ഗ്ലാസ് ഇപ്പോൾ 1 വർഷമായി. അതിൻ്റേതായ ചെറിയ മങ്ങിച്ച ആയിരിക്കാം അതിന് കേട്ടോ. എന്നാലും മറ്റേതിന് നല്ല ക്ലാരിറ്റി കേട്ടോ. അപ്പോൾ നമ്മൾ മീനെ കാണിച്ച് അവൻ കാണാനൊരു ബുദ്ധിമുട്ടുള്ള കാരണം കാണിച്ച് നിർത്തിക്കുക ഒരു അപ്പാപ്പനല്ലേ കൂടെ വള്ളം കൊണ്ട് വന്ന് മൊത്തം ഓളം തള്ളിപ്പോയി കേട്ടോ. പിന്നെ നമ്മളവിടെ നിന്ന് മാറിപ്പോയി. ഞാനും ബിജോഷും കൂടെ ഞങ്ങൾ നോക്കുമ്പോഴത്തേക്കും ഇവിടെ നിന്ന് ഇപ്പോൾ ഒരു കരിമീനെ കണ്ടിട്ട് അടിച്ചെടുക്കുന്നുണ്ട്. നല്ല ഇതാട്ടോ. നമ്മുടെ ആ ഡാർട്ട് നല്ല റിസൾട്ട് എന്തായാലും തരുന്നുണ്ട്. ഞാനിപ്പോൾ ഇനി അടുത്ത കരിമീൻ്റെ ഒരു വീഡിയോയും കൂടെ വരുന്നുണ്ട്. അതിൻ്റെ അകത്തും നമ്മൾ ഈ ഡാർട്ട് തന്നെ ആയിരിക്കും ഉപയോഗിക്കുന്നത് കേട്ടോ. നല്ലൊരു ഡാർട്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഷൂട്ട് കാണാം. ഓ അടിപൊളി. ഒരു പൂ അപ്പുറത്ത് കിടന്നു. അതെ, ഈ ലോകം പല്ലത്താറിനെ അങ്ങനെ ആദ്യത്തെ വെടി പൊട്ടിച്ചിരിക്കുകയാണ്. വണ്ടി കുറച്ച് മാറിയിരിക്കുന്ന കാരണം എപ്പോഴും വണ്ടിയുടെ അടുത്ത് പോകാതിരിക്കാൻ വേണ്ടി ഒരു കൂട് നമ്മൾ ഒരു ചെറിയ അര കെട്ടുന്നൊരു ബാഗ് വാങ്ങിച്ചിട്ടുണ്ട്. അതിൻ്റെ വള്ളിയെ തന്നെ തൂക്കിയിട്ടിരിക്കും കേട്ടോ. സുനിലും ബിജേഷും കൂടെ ജസ്റ്റ് നോക്കുക മീനൊക്കെ ഉണ്ടോ എന്നൊക്കെ. നമ്മളെന്നിട്ട് ഇനി ഇവിടെ നിന്ന് മീനെ അധികം കാണാത്താറ് നമ്മൾ വേറെ ഏരിയയിലേക്ക് പോവുക. നമ്മളാ പോകുന്ന വഴി തന്നെ ഇച്ചിരി പള്ളക്കത്തോടൊക്കെ കയറി പോകുന്ന അതിന് മുന്നേ ഒരു വീടാണിത്. നമ്മൾ ചെല്ലുമ്പോഴേ ചൂളമൊക്കെ അടിച്ച് ഫസ്റ്റ് ഒരു ഷൂട്ട് കരിമീൻ്റെ ഉണ്ട്, നമുക്കത് കാണാം കേട്ടോ. അധികം ദൂരെയൊന്നുമില്ല, നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണ്. പക്ഷേ ഒരിടത്ത് താഴെയൊക്കെ നിൽക്കുന്ന പോലെ. കരിമീൻ ഓക്കെ. ട്രാഗ് അത്ര ലൂസാക്കി ഇടാൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ലോക്ക് ഇട്ടിട്ടില്ല, വേറെ നേരെ ത്രൂ അടിയല്ലേ. അടിച്ചിനി എങ്ങാനും അതിൻ്റെ ഉടക്കെല്ലാം കയറി നിൽക്കുവാണെങ്കിൽ വെറുതെ വലിച്ച് ലോഡ് കൊടുത്ത് കളയാതിരിക്കാൻ വേണ്ടിയാണ്. മീനിൻ്റെ ആ ലോഡ് കാരണം ചെറിയ ലൂസ് പോകുന്ന പൊക്കോട്ടം ഓർത്തിട്ടാണ് നമ്മളിത് തിരിച്ച് കയറ്റാൻ പാട് കാരണം നമ്മൾ നൂലഴിച്ചിട്ടെടുത്ത് അതും കുടിഞ്ഞത്തിട്ട് കേട്ടോ. നമ്മളൊരു ചെറിയ ഏരിയ കൂടെ നടന്നു പോവുക. കയറി വന്ന് നിന്ന് നമ്മൾ ഇത് കണ്ടോ, വെള്ളം കണ്ടോ, ചെറിയ കലക്കൽ പോലത്തെ ഒരു സെറ്റപ്പാണ്. നമ്മൾ അങ്ങ് പോയതിനേക്കാൾ ഇച്ചിരി ഇതായി ഒരു കരിമീനെ കാണുന്നുണ്ട്. നമുക്ക് ഷൂട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, കിട്ടി. മീനെ ഫുള്ളായിട്ടൊന്നും കാണത്തില്ല കേട്ടോ. നമ്മൾ ചെറിയ തലയുടെ ഒരു സെറ്റപ്പ് ചെയ്ത് കാണത്തുള്ളൂ. വെള്ളം അധികം ഇല്ലെന്ന് പറഞ്ഞാലും മീനെ കണ്ടു കിട്ടാൻ ഭയങ്കര പാട്. ഇതിൻ്റെ അകത്ത് HYRൻ്റെ റീലാണ് നമ്മളിതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ വൈറ്റ് കളർ മെഗാപ്പിയുടെ 0.26 mm ബ്രൈഡും ഇത്തവണ ഇട്ടിരിക്കുന്നത്. വൈറ്റ് മെഗാപ്പിയുടെ ബ്രൈഡ് 2 ടൈപ്പും വന്നിട്ടുണ്ട്. വേണ്ടവർ കോൺടാക്ട് ചെയ്യാം കേട്ടോ. നമ്മൾ സ്കൂട്ടർ സ്ഥലത്ത് വെച്ചിട്ട് കുറേ ദൂരം നടന്നു പോയിട്ടാണ്. ഇത് തൊട്ടടുത്തൊന്നും കേട്ടോ, നല്ല ദൂരം നടക്കുന്നുണ്ട്.
നമ്മളന്നേരം ആ മീനെ കിട്ടിയതെല്ലാം കുടിഞ്ഞത്താക്കി നമ്മൾ സ്കൂട്ടറിൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ കുറേ പിള്ളേർ സെറ്റ് വന്നു കേട്ടോ. അവിടെ ചേട്ടന്മാരും എല്ലാം നമ്മളോട് സാധനത്തിൻ്റെ റേറ്റും കാര്യങ്ങളും എല്ലാം ഇതെങ്ങനെയാണ് പിടിക്കുന്നത് അതിൻ്റെ കാര്യങ്ങളെല്ലാം തിരക്കി. നമ്മളിതിന് മുന്നേ ഇവിടെ വന്നിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ അതിനെ മീനെ എല്ലാം സുനിൽ കുടിഞ്ഞത്താക്കി, കൂടിയിൽ നമ്മൾ കൊല്ലിക്കത്താക്കി. എന്നിട്ട് നമ്മൾ അവിടുന്ന് വേറെ 1-2 ഏരിയയിലേക്ക് പോകാൻ വേണ്ടിയുള്ള പ്ലാനാണ്. നമ്മൾ ഈ മീൻപിടുത്തമെല്ലാം അത്യാവശ്യം കറങ്ങി തിരിഞ്ഞാണ് കേട്ടോ. സുനിലൊരു കരിമീനെ കണ്ടിട്ട് അവൻ ഷൂട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങിയത്, പക്ഷേ അവൻ എന്നെ വിളിച്ച് ഷൂട്ട് ചെയ്യിപ്പിക്കുന്നതാണ് കേട്ടോ. ചുമ്മാ ഒരു ഷൂട്ട് ക്യാമറ കിട്ടിക്കോട്ടെ നോക്ക്. ബിജോഷിൻ്റെ സുനിലിൻ്റെ നമ്മൾ ഈ കരിമീനെ തെറ്റാൻ നടക്കുന്നത്, നമ്മളൊരു സ്പോട്ടിൽ നിൽക്കുമല്ലോ. കരിമീനെ തെറ്റാൻ വേണ്ടി ഈ തോടിൻ്റെ സൈഡിൽ കൂടെ നടന്ന് പോകുന്ന കാരണം ഞങ്ങൾ പല പല സ്ഥലത്തായിരിക്കും. അപൂർവ സമയത്ത് ഒരേ സ്ഥലത്ത് കിട്ടുള്ളൂ. അങ്ങനെ കിട്ടുന്ന 1-2 ഷൂട്ട്, നല്ല ഷൂട്ട് ഒരു ജംഗ്ഷനിൽ വെച്ചുള്ള ഷൂട്ടൊക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത്. അപ്പോൾ നമ്മൾ അങ്ങനത്തെ ഷൂട്ടുകൾ മാത്രമേ ഉള്ളൂ. ബാക്കിയൊന്നും ഇവരുടെ ഷൂട്ട് എനിക്ക് കിട്ടിയിട്ടില്ല. നമ്മൾ ഈ നോക്കുന്ന ഏരിയ താഴെ ഇങ്ങനെ നോക്കി പോകില്ല. വലിയ കുഴപ്പമില്ലാത്തൊരു കരിമീൻ കേട്ടോ. നമുക്ക് അന്നേരം അടുത്തൊരു ഏരിയയിലേക്ക് പോയി അങ്ങ് പോകാം. അതിനെ കൊണ്ട് കൂടിഞ്ഞകത്ത് ഇട്ടു. നമ്മൾ ആ ജംഗ്ഷനിൽ, ഞാൻ പറഞ്ഞ ആ ജംഗ്ഷനിൽ വന്നിരിക്കുക. ഞാനിപ്പോൾ ഒരു കരിമീനെ കണ്ടിട്ടാണ്, ഒരു 1/2 അടിയോളം താഴ്ച നിൽക്കുന്ന കരിമീൻ, പക്ഷേ ഷൂട്ട് ചെയ്ത് കിട്ടിയില്ല. അപ്പോൾ ഞാനെന്നാൽ പോകാമെന്നൊക്കെ പറഞ്ഞ് നിന്നപ്പോഴത്തേക്കും ബിജോഷ് അവിടെ നിന്ന് ഒരു വാഗവരാലിനെ അടിച്ചെടുക്കുന്നുണ്ട്, ഒരു മീഡിയം സൈസ് കാണാവേ. നമുക്കതിൻ്റെ ഷൂട്ട് മാത്രം കിട്ടി. ഉടക്കുണ്ടോ ബിജോഷേ? ഉടക്കുള്ളാമ്പാണോ? എടാ ഊരിപ്പോടാ, അടിച്ചോടാ സുനിലെ, അടിച്ചോ. എടാ അധികം വലിക്കണ്ട ബിജോഷേ, നോക്കിയിട്ട് മതി. കമ്പ ഉടക്കല്ലേ. യൂസ് ചെയ്യാനുള്ള അവിടെ നിന്ന് കാണിച്ചടാ. ഓക്കെ, എടാ ഇതിനും കൂടെ പറക്കട്ടെ തുല്ലിക്കത്തേക്ക്. അത് ഉണക്കമീനായിക്കോ. ഇത് മറന്നുണ്ട്. ആ പാലത്ത് നിന്ന് നമ്മൾ ജസ്റ്റ് കുറച്ച് നേരം നോക്കിയായിരുന്നു കേട്ടോ. വേറെ കാര്യമായിട്ട് മീനൊന്നും, നമ്മൾ വന്ന സമയം അവിടെ എത്തിയപ്പോൾ തന്നെ ഒരു 1 മണി 2 മണി ആ ഒരു ടൈം ആയിരുന്നു. കാരണം പിന്നെ കാര്യമായിട്ട് അവിടെ നിന്നിട്ട് ഒരു മെച്ചമില്ല. കരിമീനൊന്നും അതങ്ങനെ കാണത്തൊന്നുമില്ലായിരുന്നു. നമ്മളവിടെ നിന്ന് പയ്യെ മാറി ചെറിയ ഇടത്തോടുകൾ പിടിക്കാനുള്ളൊരു ചെറിയ പ്ലാനിലാണ്. ചെറിയ തോട്ടുകളിലേക്ക് നമ്മൾ എത്തി കേട്ടോ. ഞാൻ അന്നേരം നടന്നു പോകുന്ന ഇവിടെ വരുമ്പോഴത്തേക്കും കരിമീനെ കണ്ടടിക്കുവാണ്. ഒന്നും പേടിക്കുന്നു. അല്ല, ഞാൻ ഇത്ര നേരം അടിച്ചതെല്ലാം അപ്പുറത്തായിരുന്നടാ. അല്ല, എല്ലാം അപ്പുറത്താണ് ഇറങ്ങിയത്. നമ്മളാ കഴിഞ്ഞ തവണത്തെ നമുക്ക് ആ വാഹി ഊരിപ്പോയ പ്രശ്നം പറഞ്ഞില്ലേ, നമ്മളത് കാരണം ഇത്തവണ ഇറങ്ങി നമ്മൾ ഡബിൾ റബ്ബർ മാറ്റിക്കൊണ്ട് കേട്ടോ. ഇനിയാണല്ലോ നമ്മൾ ഡബിൾ റബ്ബർ ടൈറ്റാക്കി വെച്ചിട്ട് ഇറങ്ങുള്ളൂ. അതാണ് ഈ സ്പ്രിങ് ഓണ അങ്ങനെ ഒന്ന് നമ്മൾ മിസ്റ്റേക്ക് കാണിച്ചായിരുന്നു. അപ്പം വലിയ കുഴപ്പമില്ലാത്തൊരു കരിമീനാണ്. മീൻ അതിലെ കൂടെ കാണാം കേട്ടോ. നമ്മളിപ്പോൾ അടിച്ചതിൻ്റെ സൗണ്ട് കേട്ട് ഓടി വന്നതിനെ ജസ്റ്റ് സുനിലൊന്ന് അടിച്ച് നോക്കിയതാണ്. പക്ഷെ അവന് പെട്ടെന്ന് വന്ന് നമ്മുടെ ആളാനൊക്കെ കണ്ടപ്പോഴത്തേക്കും വിട്ടടിച്ച് പോയി കേട്ടോ. നമുക്കന്നേരം ഇനി അതിനെയും കൂടെ കൊല്ലിക്കത്തിടാം. എല്ലാത്തിനും കൊല്ലിയിട്ട് നമ്മൾ ഇടയ്ക്ക് വെള്ളത്തിൽ നിന്ന് മുക്കിയെടുക്കുകയോ ചെയ്യുന്നു കേട്ടോ. അപ്പോൾ ഇത് നല്ലൊരു ഷൂട്ട് കേട്ടോ. സുനിലൊരു കരിമീൻ്റെ ഇത് കണ്ടിട്ട് പയ്യെ ചെന്ന് അടിക്കുന്നു. അവനത് നൂലനക്കാതെ നിൽക്കുമോ, ഞാൻ അന്നേരം നേരെ ഒന്ന് അടിക്കുവാണ്. നല്ല ഷൂട്ട് അത്. അത് ചെറുതാണ്. കണ്ടോ, മീൻ പോലും അറിഞ്ഞില്ല അമ്പ് കയറി പോയത്. സൂപ്പർ അടിയിലായിരുന്നു. കണ്ടോ, മീൻ ഡയറക്റ്റ് അടി തീർന്നു. ഇന്ന് കിട്ടിയതിൽ സൈസ് കുറഞ്ഞ കരിമീനാണിത്. എന്നാലും ഇന്ന് പിടിച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഷൂട്ട് ഇതായിരുന്നു കേട്ടോ. ഞാൻ ഇക്കരെ നിൽക്കുവാണ്, സുനിലൊക്കെ അക്കരെ. ഇപ്പോൾ സുനിൽ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്തൊരു കരിമീനെ അടിച്ചെടുക്കുന്നത് കാണാവേ. നമുക്ക് ഷൂട്ട് നേരെ കിട്ടുന്നില്ല, തലേ ക്യാമറ ഇരിക്കുന്ന കാരണം നമുക്ക് ആ താഴത്തേക്ക് വ്യൂ കിട്ടിക്കൊണ്ടിരുന്നത്. അവൻ ഷൂട്ട് ചെയ്തു. ഇപ്പോൾ കരിമീൻ കയറുന്നു നിൽക്കുകയാണേ. അത് കൊള്ളാം.
എടാ ഇട്ട് ലാസ്റ്റ് പോയി കഴിഞ്ഞാൽ ഓക്കെ. എടാ വേണ്ട, എടാ പോകൂടാ. ഓ എത്തി. അത്യാവശ്യം നല്ലൊരു കരിമീനായിരുന്നു കേട്ടോ. ആ കരിമീനെ പിടിക്കും കൊണ്ടാണ് അതിൻ്റെ ആ ഫ്രണ്ടിലത്തെ ആ വളവ് കൊണ്ടോ തലയുടെ മുകളിലുള്ളത്, ആ സൈസുള്ള കരിമീൻ്റെ ഒരു സെറ്റപ്പ്. ഈ ഏരിയയിൽ നമ്മുടെ ലാസ്റ്റത്തെ ഷൂട്ടുണ്ട്. ഇനി 2-3 ഷൂട്ടും കൂടെ ഉണ്ട്. നമ്മൾ ചെന്ന് കയറുന്നോട് തന്നെ അതിൻ്റെ വല സൈഡിൽ കരിമീൻ കയറി നിൽപ്പുണ്ട്. ഈ പായൽ പോലെ കിടക്കുന്നതിൻ്റെ അടി തണൽ പറ്റി നിൽക്കുന്ന കേട്ടോ. നമ്മളന്നേരം ഇപ്പുറത്ത് ചെന്നിട്ട് അടിക്കുവാണ്. കരിമീൻ ഈ വെള്ളത്തിൻ്റെ അടി നിൽക്കുന്ന നമ്മൾ അടിച്ച് പിടിക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക രസമാണ്. മീൻ ചെറുതെന്ന് പറഞ്ഞാലും നല്ലൊരു രസമാണ്. പിന്നെ കഴിക്കാനും ടേസ്റ്റായിരുന്നു, പിന്നെ കുഴപ്പമില്ല നമുക്ക്. പുല്ലിനെ നമ്മളൊന്ന് അത്യാവശ്യം കണ്ടായിരുന്നു, പക്ഷേ പുല്ലിനെ കരിയായിട്ട് നമ്മൾ പിടിക്കാൻ ഒരു സെറ്റപ്പ് നോക്കിയില്ല കേട്ടോ. ഈ കരിമീനെ കൂടുതലും പിടിച്ച് കയറ്റാമെന്നൊരു പ്ലാനിലായിരുന്നു ഇന്ന്. അത്യാവശ്യം നല്ലൊരു കരിമീൻ. പോകാൻ നേരം ആയപ്പോഴത്തേക്ക് ആ ഏരിയയിൽ നിന്ന് തന്നെ സുനിലൊരു വാഹേന വെച്ച് ചെറുതിനെ കിട്ടി കേട്ടോ. അതിൻ്റെ വാലിനെ കണ്ട് കടിച്ചു കുറിച്ചാണല്ലോടാ. പോകല്ലേ? ആണ്ടാ ഓക്കെ. ഇത് ശരിക്കും അടിക്കണ്ടെന്ന് ഞാൻ ഓർത്താണ്. അതൊരു തെങ്ങിൻകുറ്റിയുടെ മുകളിൽ നിന്ന് കാരണം അത് കാരണം ഞാൻ റീലേ കറക്കാതെ നേരെ അത് കയറി ഉടക്കാതിരിക്കാൻ വേണ്ടി നേരെ കൈ കൊണ്ട് വലിച്ചെടുത്ത്. അത് അവിടെ എവിടെയെങ്കിലും ഉടക്കുകയും ചെയ്തു. കുഴപ്പമില്ല. എന്തായാലും ലാസ്റ്റത്തെ ഷൂട്ടാട്ടോ ഇത് നമ്മുടെ. വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം. എന്തെങ്കിലും വീഡിയോയ്ക്ക് എന്തെങ്കിലും പോരായ്മകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ എനിക്ക് വളരെ ഉപകാരം കേട്ടോ. അടുത്ത വീഡിയോ ഞാൻ എനിക്ക് പറ്റുന്ന രീതിയിലാണെങ്കിൽ ഞാനത് തിരുത്താൻ ശ്രമിക്കും. പിന്നെ അതുപോലെ തന്നെ അടുത്ത നമ്മളൊരു നല്ലൊരു കരിമീൻ വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരുന്ന കേട്ടോ. ഇതിപ്പോൾ നമ്മളിനി കിട്ടിയ മീനെ എല്ലാത്തിനെയും കൂടെ ഒരുമിച്ചിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുണ്ട്. ഇന്ന് വലിയ കുഴപ്പമില്ലായിരുന്നു. ഷൂട്ട് ബാക്കിയുള്ള 2 പേരും കിട്ടിയത് കുറവാണ്. നമ്മൾ അടുത്ത വീഡിയോയ്ക്കകത്ത് കൂടെയുള്ളവരും കൂടെ വീഡിയോ നന്നായിട്ട് കിട്ടുന്ന രീതിയിൽ ഷൂട്ട് ചെയ്യാൻ നോക്കാം കേട്ടോ. സുനിൽ നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഞങ്ങൾ മീനെ നോക്കിയപ്പോൾ ഏതൊരു സാധനത്തിനെ വലിച്ചെടുക്കുന്നതാണോ നോക്കിക്കോണേ. മീനിട്ട് നോക്കി അവിടെയുള്ള മീനും എല്ലാം ഓടിപ്പോയി നോക്കി. അവൻ വലിയ ചാക്കുകെട്ടും വലിച്ചെടുത്തുകൊണ്ട് വരുന്നുണ്ട്. ഇങ്ങനെ എല്ലാവർക്കും തന്നെ പറ്റുന്നതാണല്ലോ അല്ലേ? ഇഷ്ടം പോലെ വലിച്ച് കയറ്റി ഉടക്കിയും പൊട്ടിയെല്ലാം പോയിട്ടില്ലേ? അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് തരാം കേട്ടോ. എത്ര പേരുണ്ടെന്ന് എല്ലാവർക്കും കാണാമല്ലോ. അങ്ങനെ നമ്മുടെ മീനെ എല്ലാം കൂടെ ഇട്ട് ഒരു 10-11 കരിമീനും 2 ചെറിയ കുറുവാപ്പറ്റലും ഒക്കെ ഉണ്ട്. നമുക്കറിയാവുന്ന 1-2 ഫ്രണ്ട്സ് ഇട്ടായിരുന്നു കേട്ടോ. അവരും തെറ്റിപ്പിടിച്ചായിരുന്നു. അപ്പോൾ അത് വേറെ ഇതിലിട്ടിരിക്കുമായിരുന്നതാണ്. അപ്പം അടുത്ത വീഡിയോ കാണാം. ബൈ, ടേക്ക് കെയർ ടു ഓൾ.